ജയൻ മലയാള സിനിമയുടെ പൗരുഷത്വത്തിൻ്റെയും സാഹസികതയുടെയും ഉടമ. 1939 ജൂലൈ 25 കൊല്ലത്ത് കൊട്ടാരം വീട്ടിൽ മാധവൻ പിള്ളയുടെയും ഭാരതി അമ്മയുടെയും മകനായി കൃഷ്ണൻ നായർ എന്ന പേരിൽ അദ്ദേഹം ജനിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം കൊല്ലത്തുള്ള ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ്സോടെ അവസാനിച്ചു. പിന്നീട് അദ്ദേഹം ഇന്ത്യൻ നേവിയിൽ ചേർന്നു. അദ്ദേഹത്തിന് അഭിനയിക്കാനുള്ള ആഗ്രഹം വളർന്നത് അവിടെ നിന്നാണ്. Maybe we are poor, coolies, trolley pullers, but we are not beggars. You enjoy this status in life because of our certain blood. Let it be the last time. If you dare to say that word once more, I'll pull out your bloody tongue. Sorry, sir. അവിടുത്തെ ആനിവേഴ്സറികളിലും മറ്റും ചെറിയ നാടകങ്ങൾ കളിച്ചുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത്. തൻ്റെ സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരുടെയും പിന്തുണയാണ് അദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിക്കാൻ പ്രചോദനമായത്. ജയൻ ഇന്ത്യൻ നേവിയിൽ 16 വർഷത്തോളം സേവനമനുഷ്ഠിച്ചു. മാസ്റ്റർ ചീഫ് പെറ്റി ഓഫീസർ റാങ്കോടുകൂടെയാണ് അദ്ദേഹം ഇന്ത്യൻ നേവിയിൽ നിന്നും വിരമിക്കുന്നത്. നേവിയിൽ നിന്നും വിരമിച്ച അദ്ദേഹം പുതിയ ബിസിനസ് ആരംഭിക്കാൻ എറണാകുളത്തേക്ക് താമസം മാറ്റി. അവിടെ വെച്ചാണ് അദ്ദേഹം പ്രശസ്ത നടനായ ജോസ് പ്രകാശിൻ്റെ മകനെ പരിചയപ്പെടുന്നത്. ആ കൂടിക്കാഴ്ചയാണ് അദ്ദേഹത്തിനെ ശാപമോക്ഷം എന്ന ചിത്രത്തിലേക്ക് നയിക്കുന്നത്. ജോസ് പ്രകാശാണ് അദ്ദേഹത്തിന് ജയൻ എന്ന പേര് നൽകുന്നത്. ആദ്യം ചെറിയ റോളുകൾ പലതും ചെയ്തു. അതിൽ ശക്തമായ വില്ലൻ വേഷങ്ങളും ഉണ്ടായിരുന്നു. നാണംകെട്ട പരീക്ഷകൾ അവൻ വാൻ തട്ടിക്കൊണ്ടുപോയപ്പോ നീ എല്ലാം നോക്കി രസിക്കുകയായിരുന്നു. ശ്രീധരന്റെ മരണത്തിന് നമ്മളാണ് ഉത്തരവാദിയെന്ന് അവൻ എങ്ങനെയോ മണത്തറിഞ്ഞിരിക്കുന്നു. അച്ഛന്റെ മരണത്തേക്കാൾ ക്രൂരമായിരിക്കും മകന്റേത്. അവൻ തട്ടിക്കൊണ്ടുപോയ അതേ വാനിൽ തന്നെ അവന്റെ ശവം നമ്മുടെ ഗോഡൌണിൽ. ശാപമോക്ഷത്തിലൂടെ അരങ്ങേറിയെങ്കിലും അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിൽ വഴിത്തിരിവായത് 1978 തച്ചോളി അമ്പു എന്ന ചിത്രമാണ്. അദ്ദേഹത്തെ ഒരു സൂപ്പർ താരമാക്കി മാറ്റിയത് 1979 പുറത്തിറങ്ങിയ ശരപഞ്ചരത്തിലെ നെഗറ്റീവ് ടച്ചുള്ള നായകന്റെ വേഷമാണ്. നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ വെച്ച് ഇതിനൊക്കെ ധൈര്യം വന്നു? ഈ ധൈര്യം എന്റെ കൂടപ്പിറപ്പാണ്. നിങ്ങളെ ഭർത്താവാക്കിക്കൊണ്ട് ഞാൻ എന്റെ തെറ്റ് തിരുത്തുകയായിരുന്നു. സ്വപ്നം പോലും കാണാൻ കഴിയാത്ത സ്നേഹവും സ്ഥാനവുമാണ് നിങ്ങൾക്ക് ഞാൻ തന്നത്. എന്റെ മനസ്സിലും ഈ സ്വത്തിലും. ഒരു കാര്യം ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം, മേലാൽ ഇത്തരം കാര്യങ്ങളിൽ എന്നെ നിയന്ത്രിക്കാൻ മെനക്കെട്ടരുത്. കണ്ണുമിഴിക്കണ്ട. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ എന്നെ പിടിച്ച നിന്റെ ന്യായം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എനിക്ക് നിന്നെ കൊണ്ട് മാത്രം തൃപ്തിപ്പെടാൻ കഴിയില്ല. മസിൽ ശേഷി കാട്ടിത്തരുന്ന വേഷങ്ങളാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തിക്ക് ആധാരമായത്. അങ്ങനെ അദ്ദേഹവും മലയാള സിനിമയുടെ മുൻനിര നടന്മാരിൽ ഒരാളായി. ആദ്യത്തെ ആക്ഷൻ ഹീറോ എന്നാണ് അദ്ദേഹത്തെ മലയാള സിനിമ വിശേഷിപ്പിക്കുന്നത്. ഒരു കാലഘട്ടത്ത് മലയാള സിനിമയെ മുന്നോട്ട് കൊണ്ടുവരുന്നത് അദ്ദേഹത്തിന്റെ പൗരുഷം നിറഞ്ഞ കഥാപാത്രങ്ങളായിരുന്നു. എന്നെ എതിർത്ത് സംസാരിക്കാൻ തക്കവണ്ണം നീ വളർന്നു അല്ലേ? എന്നെ എതിർക്കുന്നവർക്കുള്ള അനുഭവം എന്താണെന്ന് അറിയാമല്ലോ. എന്തായാലും ഞാനത് പ്രശ്നമാക്കുന്നവനല്ല. എതിർപ്പ് എനിക്കൊരു വെല്ലുവിളിയാണെന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാമല്ലോ.
കുട്ടികളുടെ കളിപ്പാട്ട് വല്ലതും സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചോര വരും. അതിൽപ്പം വിലയുള്ള സാധനമാണ്. 1980 കോളിലക്കം എന്ന ചിത്രത്തിന്റെ ക്ലൈമാക്സിന് വേണ്ടി ചെന്നൈക്കടുത്ത് ഷോലവാരം എന്ന സ്ഥലത്ത് വെച്ച് ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടാണ് ജയൻ എന്ന ഇതിഹാസം മരണമടയുന്നത്. ജയൻ എന്ന നടന്റെ പൗരുഷരൂപവും അദ്ദേഹത്തിന്റെ സാഹസികമായ മരണവും അദ്ദേഹത്തിനെ കേരളത്തിലെ ഇതിഹാസമാക്കി മാറ്റി. അദ്ദേഹത്തിന്റെ മരണം നഷ്ടമാക്കിയത് മലയാള സിനിമയ്ക്ക് എന്നെന്നും പ്രചോദനമായ ഒരു നടന വിസ്മയത്തെയാണ്. അദ്ദേഹത്തിന്റെ ശരീരമാണ് നമ്മളെ വിട്ടുപോയത്. അദ്ദേഹത്തിന്റെ ആത്മാവ് ഇന്നും മലയാളത്തെ വിട്ടുപോയിട്ടില്ല. അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെയും നല്ല മിമിക്രി അവതാരകളിലൂടെയും അദ്ദേഹത്തെ നമ്മൾ എന്നും ഓർക്കും. ഇനിയും ചെയ്യാൻ കുറേ നല്ല സിനിമകൾ ബാക്കി വെച്ചിട്ട് പോയ ആ മഹാനടനെ ഒരു തുള്ളി കണ്ണീരോട് കൂടി നമുക്ക് ഓർക്കാം.